ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പം നമ്മളിനി അടുത്ത ലെസൺ നോക്കാം. ലെസൺ 13 ഹോൺഹാർ ബാലക്. മനസ്സിലായോ? അതായത് നല്ല പ്രോമിസിങ് ആയിട്ടുള്ളൊരു പയ്യൻ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. അപ്പോൾ ഈ കുട്ടി ഗ്രാമത്തിൽ ഗ്രാമത്തിലുള്ളവരുടെ ആടുകളെയും ചെമ്മരി ആടുകളെയൊക്കെ മേച്ച് നടക്കുന്നൊരു പയ്യനാണ്. അപ്പോൾ അവൻ എപ്പോഴും താഴത്ത് ഒരു റിവർ വാലിയുടെ അടുത്ത് അവിടെ മരത്തിൻ്റെ അവിടെ ഇരുന്ന് ഫ്ലൂട്ട് വായിക്കും. മാടുകളൊക്കെ അവിടെ പുല്ലൊക്കെ മേഞ്ഞുകൊണ്ട് നടക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെയാണ് ഒരു പാലം പോകുന്നുണ്ട്. ആ പാലത്തിൽ റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. അതിൽ കൂടെ ട്രെയിൻസൊക്കെ പോവാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കുട്ടി ഒരു ദിവസം ആടുകളെയൊക്കെ കൊണ്ട് മേയ്ക്കാൻ പോയപ്പോൾ അതിൽ 2-3 ആടുകൾ ആ ട്രാക്കിൻ്റെ സമീപത്തൊക്കെ പുല്ല് മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി കഴിക്കാൻ വേണ്ടിയിട്ട് ആ വഴിക്ക് അങ്ങനെ പോയി. അപ്പോൾ ഇവൻ വേഗം അതിൽ 2-3 ആടുകൾ ട്രാക്കിലേക്കും കയറിപ്പോയി. അപ്പോൾ ഈ കുട്ടി വേഗം ചെന്ന് ആ ആടുകളെയൊക്കെ ഇങ്ങോട്ടേക്ക്, കാരണം ട്രെയിൻ വരുമ്പോൾ ഇടിച്ച ആടുകൾ ചത്തുപോയാൽ പിന്നെ ആ ഗ്രാമത്തിലുള്ളവരോടൊക്കെ ഈ കുട്ടി ഉത്തരം പറയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കുട്ടി പോയിട്ട് ആടുകളെയൊക്കെ ആട്ടാൻ വേണ്ടി പോയത്. അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ ഉണ്ട് ആടുകളൊക്കെ തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ ഈ കുട്ടി ആ ട്രാക്കിലൂടെ കുറച്ച് ദൂരം നടന്ന് നോക്കിയപ്പോൾ ആ ട്രാക്ക് പൊട്ടിയിരിക്കുന്നു. അതിൻ്റെ അത് പൊട്ടിയിട്ട് അതിൻ്റെ പലകയൊക്കെ ഇളകി വന്നിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ആ വഴിക്ക് ഒരു ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ട്രാക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചക്രം അങ്ങനെ സ്കിഡാവും അല്ലേ. അപ്പോൾ അങ്ങനെ വലിയൊരു അപകടം സംഭവിക്കുന്ന പയ്യന് മനസ്സിലായി. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ദൂരത്തുനിന്നൊരു ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിൻ നിർത്താൻ വേണ്ടിയിട്ട് അവൻ ആദ്യം കുറേ ട്രാക്കിലൂടെ ഓടും. എന്നിട്ട് വേഗം അവൻ്റെ റെഡ് കളർ ഷർട്ട് ഊരിയിട്ട് കാണിക്കും. അതിങ്ങനെ കുറേ കാണിച്ചു കഴിയുന്ന സമയത്ത് എന്താവും, ഡ്രൈവർ ഈ കുട്ടി ഓടി വരണ കണ്ടപ്പോൾ എന്തോ ഡേഞ്ചറിൻ്റെ സിമ്പിളാണല്ലോ റെഡ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയില്ലേ, റെയിൽവേ സ്റ്റേഷനിൽ ഗ്രീൻ ഫ്ലാഗും റെഡ് ഫ്ലാഗും ഉണ്ട്. ഗ്രീൻ ഫ്ലാഗ് കാണിച്ചാൽ ട്രെയിൻ മൂവ് ചെയ്യാന്നർത്ഥം, സേഫാണ്, ട്രാക്കൊക്കെ സേഫാണ്, ട്രെയിനിന് യാത്ര തുടരാം എന്നുള്ളതാണ്. റെഡ് ഫ്ലാഗ് കാണിച്ചാൽ യു ഹാവ് ടു സ്റ്റോപ്പ്, ദാറ്റ് ഈസ് ദർ ഈസ് സംതിങ് അതിലെവിടെ എന്തോ ഉണ്ട്, അപ്പോൾ നിങ്ങൾ വണ്ടി നിർത്തിയേ പറ്റൂ എന്നുള്ളതിൻ്റെ സിമ്പിളായിട്ടാണ് റെഡ് ഫ്ലാഗ്. അതേപോലെ ഓരോ സ്റ്റേഷനെത്തി അവിടെ നിർത്തണം എന്നുണ്ടെങ്കിലും അവർ റെഡ് ഫ്ലാഗ് കാണിക്കും. ഓക്കെ. അപ്പോൾ ഈ റെഡ് കളർ ഷർട്ട് ഇങ്ങനെ വേവ് ചെയ്തിട്ട് ആ കുട്ടി അതിൻ്റെ നേരെ ഓടുന്ന കണ്ടപ്പം ഡ്രൈവറിന് മനസ്സിലായി എന്തോ അപകടം ഉണ്ടെന്ന്. അപ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തി. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കുട്ടി പറയും, അവിടെ നോക്കൂ, ഇതിൻ്റെ ബ്രിഡ്ജ് പൊട്ടിയിരിക്കുകയാണ്, അതിൻ്റെ റെയിൽസൊക്കെ അങ്ങനെ ഇതൊന്ന് വിട്ട് വന്നിട്ടുണ്ട് പറയാം. അപ്പോൾ ഇവരിത് കണ്ടപ്പോൾ അവരുടെ ഗാർഡും ടിക്കറ്റ് എക്സാമിനറും ഒക്കെ ഇറങ്ങി വന്ന് നോക്കും. അപ്പോൾ അവർക്ക് അപ്പോൾ അവർ പറയും, കണ്ടോ നീ പറഞ്ഞാൽ ശരിയാണ്, നിൻ്റെ ഈ ബുദ്ധി കാരണം, നിൻ്റെ ഈ ഒരു ഇൻ്റലിജൻസ് കാരണം, അതായത് ഈ വേണ്ട സമയത്ത് വേണ്ടത് തോന്നിയതുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിനക്ക് വേണ്ട സമയത്ത് നല്ലൊരു കാര്യം ചെയ്തതുകൊണ്ട് എത്ര പേരുടെ ജീവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും അവനോട് താങ്ക് യു പറയും. കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ ഇവരെയൊക്കെ രക്ഷിച്ച വാർത്ത നാടാകെ പരക്കും. അവൻ്റെ ബുദ്ധിശക്തിക്ക് അവന് അവാർഡ് കിട്ടും. ഓക്കെ. എല്ലാ പേപ്പറിലും അവൻ്റെ ഫോട്ടോ വരും. അതാണ് സ്റ്റോറി. അപ്പം നമുക്കിനി സ്റ്റോറിയിലേക്ക് പോവാം. സോ ലെസൺ 13 होनहार बालक. कठिन शब्द: मजदूरी, निर्वाह, बांसुरी, ड्राइवर, एकाएक, बुद्धिमानी, रफ्तार, प्रसन्न, इच्छा. सूरज अपनी माँ के साथ गांव में रहता था. उसके पिता नहीं थे. माँ खेतों में मजदूरी करके अपना जीवन निर्वाह करती थी और सूरज गांव वालों की भेड़ बकरियां चराया करता था. गांव वाले इसके बदले में उसे कुछ सब्जियां और अनाज दे देते थे. एक दिन सूरज गांव वालों की भेड़ बकरियां चराने जंगल में ले गया. वहाँ एक नहर थी. नहर के ऊपर एक पुल बना हुआ था जिस पर होकर रेल लाइन गुजरती थी. नहर के आसपास खूब हरी हरी घास उगी हुई थी. भेड़ बकरियां घास चरने लगी और सूरज पेड़ की छाया में बैठकर
बांसुरी बजाने लगा। थोड़ी देर में 3-4 बकरियां घास चरती चरती रेल लाइन के ऊपर चली गई। फिर क्या हुआ? सूरज उन्हें वापस लाने के लिए पटरी पर गया। बकरियां आगे ही आगे बढ़ती जा रही थी। एकाएक वे लौटने लगी। यह देखकर सूरज मन ही मन सोचने लगा, बेट बकरियां अपने आप क्यों लौट रही है? वह आगे गया। उसने आगे जाकर देखा, वहां पुल टूटा हुआ था और रेल की पटरियां उखड़ी हुई थी। सूरज बेट बकरियों को हाँककर नीचे ले गया। वह सोचने लगा, इस लाइन से रोज कितनी ही रेलगाड़ियां आती जाती है। शायद यह पुल अभी टूटा है और अभी तक कोई गाड़ी नहीं आई है। पर अब पुल टूटा हुआ है, रेल की पटरियां उखड़ी हुई हैं। यदि कोई गाड़ी आ गई तो क्या होगा? अभी वह सोच ही रहा था कि उसी समय दूर से रेलगाड़ी की आवाज़ सुनाई थी। सूरज घबराकर उठा और दौड़ता हुआ रेल की पटरी पर गया। रोको रोको, चीखता हुआ वह रेल की पटरी पर उस और दौड़ने लगा जिस ओर से रेलगाड़ी आ रही थी। सूरज बहुत घबराया। उसने देखा गाड़ी की रफ्तार धीमी नहीं हो रही है, बल्कि पूरे वेग से आगे बढ़ती आ रही है। अब सूरज ने अपनी लाल कमीज उतारी और हवा में उड़ाता हुआ आगे को दौड़ने लगा और रोको रोको चीखने लगा। गाड़ी नजदीक आ गई थी। ड्राइवर ने बालक को पटरी पर दौड़ते देखा तो उसे कुछ संदेह हुआ। उसने तुरंत ब्रेक लगाकर रेलगाड़ी रोकी। गाड़ी का एकाएक झटके से रुकना देख रेलगाड़ी में बैठे यात्री खिड़कियों से बाहर झांकने लगे। ड्राइवर इंजन से नीचे उतरा। गार्ड और टिकट बाबू भी उतरे। क्या है? ड्राइवर ने पूछा। उधर देखो, पुल टूटा हुआ है और रेल की पटरी उखड़ी हुई है, सूरज ने हाँफते हुए कहा। ड्राइवर और गार्ड ने आगे जाकर देखा तो सूरज की बात सच निकली। ड्राइवर ने सूरज को गले लगा लिया। उसने उसकी पीठ थपथपाई और कहा, तुमने आज बहुत सारे लोगों की जान बचाई है। गार्ड ने कहा, शाबाश, हम तुम्हारी सूझबूझ से बहुत प्रसन्न हैं। टिकट बाबू ने कहा, यदि आज तुम यह बुद्धिमानी तथा साहस न दिखाते तो न जाने क्या हो जाता। तुम बहादुर बालक हो। यात्रियों ने कहा, प्रभु तुम्हारी हर इच्छा पूरी करे। थोड़ी ही देर में यह समाचार दूर दूर तक पहुंच गया। सूरज को उसकी बुद्धिमानी और सूझबूझ के लिए सरकार की ओर से इनाम दिया गया। अखबारों में भी उसकी खबर छपी। सूरज की माँ तथा गांव वालों ने उसको खूब प्यार दिया और उसे पढ़ने के लिए സ്കൂൾ ദാഖിൽ കരാ ദിയ. ഇഷ്ടായോ കഥ? ഇതാണ് സ്റ്റോറി. ആ കുട്ടി ആ സമയത്ത് ബുദ്ധിപരമായൊരു പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് അത്രയും പേരുടെ ജീവൻ രക്ഷിക്കാനായത്. അപ്പം നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളും വേണ്ട സമയത്ത് ആ സന്ദർഭത്തിന് ഉചിതമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം അതിന് എല്ലാവർക്കും ബുദ്ധിയുണ്ട്, എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷെ അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഇപ്പം മനസ്സിലായോ? സോ എന്തായാലും വായിച്ച് നോക്കൂ ടെക്സ്റ്റൊക്കെ നന്നായിട്ട് കേട്ടോ ഈ ലെസൺ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ചിൽഡ്രൻ.